നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഇതിനെ മറ്റേതെങ്കിലും ഒരു ചിത്രത്തോട് ഉപമിക്കുന്നത് അസംബന്ധമാകും. പതേർ പാഞ്ചാലി ശുദ്ധമായ ചലച്ചിത്രമാണ്. ഈ വിലയിരുത്തൽ ടൈംസ് ഓഫ് ഇന്ത്യയുടേതായിരുന്നു. സത്യജിത് റായിയുടെ വളരെ ശ്രദ്ധേയമായ ചിത്രമായിരുന്നു പതേർ പാഞ്ചാലി എന്നതിൽ ലോകത്തിന് സംശയമില്ല. ഇന്ത്യൻ സംവിധായക പ്രതിഭകളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രഥമ ഗണനീയൻ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, സത്യജിത് റായ് തന്നെയാണ്. അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരസൂചകമായി ഓസ്കാർ പുരസ്കാരം നൽകിയുണ്ട്. അത്രയേറെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സാംസ്കാരിക ചിഹ്നമായി അവതരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു സത്യജിത് റായുടേത് എന്ന കാര്യത്തിൽ ആർക്കും സംശയത്തിന് ഇടയില്ല. അദ്ദേഹം പല മേഖലകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. ചലച്ചിത്ര മേഖലയുടെ വ്യത്യസ്ത വിധാനങ്ങളിൽ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി ഊന്നിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഒരു ഫിലിം ഡയറക്ടർ എന്ന നിലയിൽ, ഒരു സിനിമാ സംവിധായകൻ എന്ന നിലയിൽ, ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ, ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ, ഗാനരചയിതാവ് എന്ന നിലയിൽ, ഈ തലങ്ങളിലൊക്കെ തന്നെ വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന കാര്യത്തിൽ ലോകം അത് സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ജനനം 1921 മെയ് 2 സുകുമാർ റായ്, സുപ്രഭ റായ് എന്നീ ദമ്പതികളുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. ബല്ലിഗഞ്ച് സർക്കാർ സ്കൂളിലായിരുന്നു ആ കുട്ടിയുടെ ആദ്യകാല പഠനം. പിന്നീട് പ്രസിഡൻസി കോളേജിൽ അദ്ദേഹം ചേരുകയുണ്ടായി. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാലയിലാണ് പിന്നീട് അദ്ദേഹം ചേരുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ പിതാമഹൻ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു. ഉപേന്ദ്ര കിഷോർ റായ് ചൗധരി. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, ചിത്രകാരനായിരുന്നു, സത്യഗ്രഹനായിരുന്നു, പ്രസാധകനായിരുന്നു, വാനനിരീക്ഷകനായിരുന്നു എന്നീ നിലകളിലൊക്കെ ശോഭിച്ച ഒരു പിതാമഹനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവും ഒട്ടും മോശക്കാരനായിരുന്നില്ല. അദ്ദേഹം പല രീതിയിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു ഹാസ്യകവി, ബാലസാഹിത്യകാരൻ എന്നീ വഴികളിലൂടെയൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. 3 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. സത്യജിത് റായ്ക്ക് 3 വയസ്സ് മാത്രമാണ് ആ സമയത്ത് പ്രായം. ആ കാലഘട്ടത്തിലാണ് പിതാവ് മരണപ്പെടുകയുണ്ടായത്. പിന്നീട് ഈ കുടുംബത്തിൻ്റെ ഭാരം പൂർണ്ണമായും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ, ഇദ്ദേഹത്തിൻ്റെ അമ്മയായ സുപ്രഭ റായിൽ വന്നു ചേർന്നു. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കുട്ടിയെ വളർത്തിയെടുക്കുകയുണ്ടായത്. എന്തായാലും അമ്മയുടെ താല്പര്യപ്രകാരമാണ് അദ്ദേഹം പഠിച്ച സ്ഥലങ്ങളെക്കുറിച്ച് അവർ പറയുകയുണ്ടായി. പ്രസിഡൻസി കോളേജിൽ പഠിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം വിശ്വഭാരതി സർവകലാശാലയിൽ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ താല്പര്യപ്രകാരമാണ്. ടാഗോർ സ്ഥാപിച്ച സ്ഥാപനമാണ് എന്ന ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. എന്തായാലും അവിടുത്തെ പഠനം, അദ്ദേഹം ആദ്യഘട്ടത്തിൽ അദ്ദേഹം പഠനത്തോട് വലിയ താല്പര്യമൊന്നും കാട്ടിയില്ലെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അവിടെയുള്ള പഠനം വലിയ രീതിയിൽ ആസ്വദിക്കാനുമായി, ഭാരതീയമായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള വലിയ വേദികയായിട്ടാണ് അദ്ദേഹത്തിന് അത് പിന്നീട് മാറുകയുണ്ടായത്. അതിനോട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പിന്നീട് അജന്ത, എല്ലോറ, എലിഫന്റ എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത്. ഇത്തരം സന്ദർശനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കലാ പൈതൃകത്തിൻ്റെ ഒക്കെ മഹത്തായ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പൈതൃകത്തിൽ തനിക്കെന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവിശേഷിപ്പിച്ചുകൊണ്ടാണ് അത് കടന്നു പോവുകയുണ്ടായത്. അങ്ങനെ ജീവിതത്തെക്കുറിച്ച് വിശാലമായ അർത്ഥത്തിൽ കാണുവാനും ബന്ധപ്പെടുവാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അഭ്യസനം നൽകുമ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ താല്പര്യം കലകളോടായിരുന്നു. അമ്മ അത് പറയുന്നുണ്ട്. അമ്മ മകനെ ആ രീതിയിലേക്കുള്ളൊരു വഴിയല്ല അമ്മ തുറന്ന്
കാട്ടിയിരുന്നത്. പക്ഷേ ആ വഴി തിരഞ്ഞെടുക്കാതെ സ്വന്തം താല്പര്യപ്രകാരമാണ് സത്യജിത് റായ് സ്വന്തം ഈ വഴിയിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായത്. എന്തായാലും അദ്ദേഹം ശാന്തിനികേതൻ വിട്ട് പിന്നീട് കൽക്കട്ടയിലേക്ക് തിരിച്ചു പോകുന്നതാണ് കാണുന്നത്. അവിടെ അദ്ദേഹം ബ്രിട്ടീഷ് പരസ്യ കമ്പനിയായ DJ കീമറിൽ ഒരു ജൂനിയർ വിഷ്വലൈസർ എന്ന തസ്തികയിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അവിടെ തരക്കേടില്ലാത്ത ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷെ ആ ശമ്പളം അദ്ദേഹത്തിന് ഉതകുന്നതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ ഇഷ്ടപ്പെടാതിരുന്നൊരു കാര്യം, ഇതിലും ജോലി കുറവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതേ തസ്തികയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ശമ്പളം കൂടുതൽ നൽകുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ അദ്ദേഹം അതിശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ആ ഒരു പരിമിതമായ ഒരു മനുഷ്യാവകാശം പോലും അവിടെ ലഭ്യമാവുകയുണ്ടായില്ല. അവിടെ സായിപ്പിന് ഒരു ശമ്പളം, ഇന്ത്യക്കാരന് മറ്റൊരു ശമ്പളം എന്ന കാഴ്ചപ്പാട് അദ്ദേഹത്തിന് വലിയ അലോസരം സൃഷ്ടിച്ചു. അദ്ദേഹം അവിടെ നിന്ന് പോരുകയുണ്ടായി. അന്ന് തന്നെ അദ്ദേഹത്തിന് ഈ വ്യക്തികൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ചെറുപ്പ് വലിപ്പങ്ങൾ, വംശ രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ തന്നെ അദ്ദേഹം അതിശക്തമായി എതിർത്തിരുന്നു എന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പുലർത്തിയ നിലപാട് തീർച്ചയായും ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം പുലർത്തുകയുണ്ടായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് പോന്ന് പിന്നീട് അദ്ദേഹം സിഗ്നേറ്റ് പ്രസ്സുമായി സഹകരിക്കുകയുണ്ടായത്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി മുഖചിത്രം ഡിസൈൻ ചെയ്യുകയാണ്. ഒരു പുസ്തകത്തിൻ്റെ മുഖചിത്രം ഡിസൈൻ ചെയ്യുക. അങ്ങനെ അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം ഡിസൈൻ ചെയ്യുകയുണ്ടായി. ജിം കോർബറ്റിൻ്റെ കുംഭകോണിലെ നരഭോജികൾ എന്ന പുസ്തകത്തിൻ്റെ കവർ അദ്ദേഹമാണ് ചെയ്യുകയുണ്ടായത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കവർ പേജ് ചെയ്ത് അദ്ദേഹം തന്നെയാണ്. അത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് പതേർ പാഞ്ചാലിയുടെ മുഖചിത്രം ചെയ്യുവാനായിട്ട് ആ ഒരു വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ ആ സൃഷ്ടിയായിട്ടുള്ള പതേർ പാഞ്ചാലിയുടെ ഇപ്രകാരമുള്ള ഒരു കവർ ചിത്രം ചെയ്യുവാനുള്ള ആവശ്യമായി വരികേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹം ആ സൃഷ്ടി വായിക്കുന്നത്. ആ സൃഷ്ടി വായിച്ച് അദ്ദേഹം അതൊരു സിനിമയാക്കി എടുക്കുവാനുള്ള പ്രചോദനം അതിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം ഇപ്രകാരം ഒരു മുഖചിത്രം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സൃഷ്ടികളെ കുറിച്ച് അദ്ദേഹം പഠിക്കുക പതിവായിരുന്നു. ആ പഠിക്കുന്നതിൻ്റെ ഭാഗമായി പതേർ പാഞ്ചാലിയും പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ രീതിയിലുള്ള അനുരണനങ്ങൾ സൃഷ്ടിക്കുകയും പിന്നീട് അദ്ദേഹം ആ സൃഷ്ടിയെ ഏറ്റെടുത്തുകൊണ്ട് അത് സംവിധാനം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് അന്ന് പലരും യോജിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇപ്രകാരം ഒരു ചലച്ചിത്രം എടുത്തു കഴിഞ്ഞാൽ അത് വിജയിക്കുവാനുള്ള സാധ്യത വളരെ പരിമിതമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ചിന്തകരും പറയുകയുണ്ടായത്. എന്നിരുന്നാൽ പോലും തൻ്റെ വാശിയിൽ തനിക്ക് ഇപ്രകാരം ഒരു സൃഷ്ടി നിർവഹിക്കണം എന്നുള്ള അതിയായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അദ്ദേഹം പതേർ പാഞ്ചാലി സംവിധാനം ചെയ്യുന്നത്. 1950 ആ ചിത്രം പുറത്തിറങ്ങുന്നത്. 3 വർഷം എടുത്തു. അതിൻ്റെ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ചിത്രം നിർമ്മിക്കുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്വന്തം ഭാര്യയുടെ ആഭരണം പോലും വിൽപ്പന നടത്തി അതിൽ നിന്ന് സമാഹരിച്ച പണം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമാ നിർമ്മാണത്തിന് തയ്യാറായത്. പലപ്പോഴും ഇത്തരം സിനിമകൾ നിർമ്മിക്കുമ്പോൾ ആദ്യം ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞിരുന്ന പല ആളുകളും പിന്നീട് പിന്മാറുന്ന കാഴ്ചയും അദ്ദേഹത്തെ വളരെ വിഷമിപ്പിക്കുകയുണ്ടായി. അവസാനം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി. ബംഗാൾ ഗവൺമെൻറ് കൂടി സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്രകാരം ഒരു ചിത്രം പൂർത്തിയാക്കുന്നത്. അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് ആദ്യം ചിത്രം പ്രദർശിപ്പിക്കപ്പെടുന്നത്. അവിടെ പ്രദർശിപ്പിച്ചത് വൻ വിജയം നേടുകയുണ്ടായി. പിന്നീട് ലോകത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സമസ്ത മേഖലകളിലും ആ ചിത്രം നിറഞ്ഞാടുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ ചിത്രത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുക. ഇന്നും ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ട് ആദ്യം പറയപ്പെടുന്ന പേരാണ് പതേർ പാഞ്ചാലി എന്നത്. പതേർ പാഞ്ചാലി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥത്തെ നമുക്ക് ഏകദേശ രീതിയിൽ നമുക്ക് പാതയിലെ പാട്ട് എന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയും. റിയലിസ്റ്റിക് അപ്രോച്ചിലാണ്, റിയലിസ്റ്റിക് സ്വഭാവത്തിലാണ് ആ ചിത്രം നിർമ്മിക്കുകയുണ്ടായത്. അതുവരെ അന്യമായിരുന്ന ആ രീതി ആദ്യമായി അവലംബിക്കുകയുണ്ടായത്, ഇന്ത്യയിൽ അവലംബിക്കുകയുണ്ടായത് അദ്ദേഹമാണ് എന്ന് പറയാൻ കഴിയും. അതിന് തുടർച്ചയായ എന്നോണമാണ് അപരാജിതോ അതുപോലെ തന്നെ അബുൾ സൻസാർ തുടങ്ങിയ ചിത്രങ്ങൾ ഇറങ്ങുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെതായ ചിത്രങ്ങൾ ഇറങ്ങുകയുണ്ടായത്. അതിനെ അബുത്രയം എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അദ്ദേഹം അവശ്യം ഉൾക്കൊള്ളേണ്ട, പ്രത്യേകിച്ചും ഒരു സിനിമ ആദ്യം നിർമ്മിക്കുമ്പോൾ പ്രശസ്ത സിനിമാ പ്രവർത്തകരെ
ആ മേഖലയിൽ കൊണ്ടുവരിക പലപ്പോഴും ചെയ്യുന്ന സമർത്ഥമായി സന്നിവേശിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. സിനിമയുടെ വിജയം ഒരു പ്രധാനപ്പെട്ട ഘടകമായതുണ്ട്. പക്ഷേ അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സിനിമാ പ്രവർത്തകർ, അതുപോലെ തന്നെ നടീനടന്മാർ, ഇവരെല്ലാവരും തന്നെ സാധാരണ അല്ലെങ്കിൽ രണ്ടാം നിരയുള്ള ആളുകളായിരുന്നു. അവരെ കൊണ്ടുവന്നാണ് ഇപ്രകാരം ഒരു സിനിമയ്ക്ക് അദ്ദേഹം രൂപം നൽകുന്നത്. പരിചയമില്ലാത്ത കലാകാരന്മാരെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. രണ്ടാം ഗണ നടീനടന്മാരെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സ്വന്തം സമ്പാദ്യം മാത്രം ചെലവിട്ട് നിർമ്മിക്കുക എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാനം പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്രകാരം സിനിമ പുറത്തു വരുന്നത്. എന്തായാലും ചിത്രം വൻ വിജയമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 11 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് ആ ചിത്രം നേടുകയുണ്ടായത്. കാൻ ചലച്ചിത്രമേളയിലെ ഏറ്റവും മികച്ച ന്യൂമൻ ഡോക്യുമെന്റ് പുരസ്കാരം ആ ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള അപരാജിതോ എന്ന ചിത്രത്തിനും ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. അപരാജിതയും അതുപോലെ തന്നെ വൻ വിജയമാകുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. വെനീസ് ചലച്ചിത്രോത്സവത്തിലെ ഗോൾഡൻ ലയൺ പുരസ്കാരം ലഭിച്ചു ആ ചിത്രത്തിന് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം പതേർ പാഞ്ചാലി, പിന്നീട് അപരാജിതോ, പിന്നീട് ആണ് അടുത്ത ചിത്രമായിട്ടുള്ള അബുർ സൻസാർ ഇറങ്ങുന്നത്. ഈ 3 ചിത്രങ്ങളിൽ കൂടിയാണ് അബുത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അബു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ് വ്യത്യസ്ത തലങ്ങളിൽ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു ഗ്രാമീണ ബാലൻ്റെ കഥയാണ്. ആ കഥ പരിശോധിച്ചതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സത്യജിത് റേയുടെ ആത്മകഥാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ അതിൽ കാണാം എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരുപക്ഷെ അതിന് ഇത്രയും ആഴത്തിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം ഉള്ളത് കൊണ്ടായിരിക്കാം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയാണ് സത്യജിത് റേ ഇപ്രകാരം ഒരു ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്നതെന്ന് നമ്മൾ അമ്പരപ്പോടുകൂടിയേ കാണാൻ കഴിയുള്ളൂ. അദ്ദേഹം ഒരു നഗരത്തിൽ പൂർണ്ണമായി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. ആ നഗരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സമഗ്രത അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. ഒരു ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ട് ഫ്ലാറ്റ് ജീവിതത്തിൻ്റെ ഭാഗമായി നിലനിന്നുകൊണ്ട് എങ്ങനെ സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഇടപെടുവാനും ആ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രത ഉൾക്കൊള്ളുവാനും കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്ന ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിലുള്ള എല്ലാ ചിത്രങ്ങളിലും ഇത് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം സിനിമാ ലോകത്ത് വരുന്നതിന് പിന്നിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ചലച്ചിത്ര നിർമ്മാതാവായ റാം റൺവാലിനെ കണ്ടതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ വഴിക്ക് കൂടുതൽ ശക്തമായി നയിക്കുകയുണ്ടായത് എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റ് സിനിമ അദ്ദേഹത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെയേറെയായിരുന്നു. ആ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ഇപ്രകാരം സിനിമകൾ ചെയ്യുവാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ തനിക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ സംബന്ധിച്ച് തനിക്കൊരു പൂർവ്വ പിതാവ് ഇല്ലാതെ നിലനിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള സിനിമകൾ സൃഷ്ടിച്ച കാര്യത്തിൽ മറ്റൊരു വ്യക്തിയെ പിന്തുടരുവാൻ തനിക്ക് ഇല്ലാതിരിക്കുമ്പോൾ ചില ബിംബങ്ങളുടെയും ചില പാശ്ചാത്യ സംവിധായകരുടെയും ചിന്തകളെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സൃഷ്ടികൾക്ക് അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധീരത വെളിവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് സൂചിപ്പിക്കേണ്ടേ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പല കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അദ്ദേഹം തിരക്കഥാരചന നടത്തുന്നു, നടീനടന്മാരെ തിരഞ്ഞെടുക്കൽ അതിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നു, പശ്ചാത്തല സംഗീതത്തിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നു, ഛായാഗ്രഹണത്തിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നു, കലാസംവിധാനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു, ചിത്ര സംയോജനത്തിൽ, പരസ്യകലയിൽ, ചലച്ചിത്ര നിർമ്മാണ രംഗത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിറഞ്ഞാടിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ കാലചക്രം പൂർത്തിയാക്കിയുണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. 1950 ഇറങ്ങിയ പതേർ പാഞ്ചാലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഥമ ചിത്രം. 1991 പുറത്തിറങ്ങിയ അഗന്തുക്കാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം. അദ്ദേഹത്തിൻ്റെ മൊത്തം ചിത്രങ്ങളുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഹ്രസ്വചിത്രങ്ങളും അടക്കം അദ്ദേഹം 37 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു എന്നാണ് സിനിമാ ചരിത്രവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സിനിമകളിലൊക്കെ തന്നെ റിയലിസവും മാജിക്കൽ റിയലിസവും മാറി മാറി ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പതേർ പാഞ്ചാലി ഒരു റിയലിസ്റ്റിക് സിനിമയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൽസാഗർ എന്ന ചിത്രം
ജന്മിമാരുടെ അധപതനത്തെക്കുറിച്ച് പറയുന്ന ആ ജൽസാഗർ ചിത്രം കൃത്യമായ രീതിയിലുള്ള ഒരു മേജിക്കൽ റിയലിസ്റ്റിന് കൃത്യമായ രീതിയിൽ അളവ് മാത്രമേയുള്ള ഒരു ചലച്ചിത്രമാണ് എന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിസൈനിങ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രതിഭയല്ലായിരുന്നു അദ്ദേഹമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ഫലകം രൂപകൽപ്പന ചെയ്തത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ഫലകം രൂപകൽപ്പന ചെയ്ത് അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഗതി പരിശോധിക്കുകയാണെങ്കിൽ വിൽസ് സിഗരറ്റിൻ്റെ കവർ, നമ്മളുടെ മുന്നിലൂടെ പലപ്പോഴേ കടന്നു പോയിട്ടുള്ള വിൽസ് സിഗരറ്റിൻ്റെ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ അദ്ദേഹം തൻ്റെ ശേഷി, തൻ്റെ കഴിവ് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുവാനാണ് ഈ വ്യത്യസ്ത മേഖലകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. ഇതൊക്കെയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കുള്ളിൽ അടിസ്ഥാന വർഗത്തോടുള്ള, സാധാരണക്കാരനോടുള്ള, പാവപ്പെട്ടവരോടുള്ള ഏറ്റവും ഉയർന്ന താല്പര്യം കാണുവാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി. അദ്ദേഹത്തെ സിനിമകളുടെ എണ്ണം പറയുകയാണെങ്കിൽ നമ്മൾ പല സിനിമകളും ഇതിനോടൊക്കെ പരാമർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലുപരി പതേർ പജാഞ്ചി പരാമർശിച്ചു, അതുപോലെ തന്നെ അപരാജിതോ പരാമർശിച്ചു, അബുർ സൻസാർ പരാമർശിച്ചു. മറ്റു ചില ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശ്രദ്ധേയമായിട്ടുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത് പരാഗ് പത്ഥർ എന്ന് പറയുന്ന ഒരു വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയുണ്ട്, തീൻ കന്യ എന്ന് പറയുന്ന മറ്റൊരു സിനിമയുണ്ട്, ചാരുലത എന്ന് പറയുന്ന സിനിമയുണ്ട്, ഗണശത്രു എന്ന് പറയുന്ന സിനിമകളുണ്ട്. ഇതെല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിത്രങ്ങളാണ് എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതികളാണ്. മറ്റൊരു സിനിമ നമ്മൾ പറയാൻ ജൽസാഗർ എന്ന് പറയുന്ന ചിത്രം ജന്മിമാരുടെ അധപ്പതനത്തിൻ്റെ കഥ പറയുന്ന ചിത്രം, അതാണ് നമ്മൾ മേജിക്കൽ റിയലിസവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് പറയുകയുണ്ടായത്. മറ്റൊരു ചിത്രം പരഷ് പത്ര എന്ന് പറയുന്ന ഹാസ്യ ചിത്രം. തനിക്ക് ആ ചിത്രവും വഴങ്ങും എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ സംവിധാനം ചെയ്യുകയുണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അബു ത്രയം എന്ന് പറയുന്ന സിനിമകൾ. അബു എന്ന് പറയുന്ന ആ ബാലൻ്റെ കഥ പറയുന്ന അബു ത്രയങ്ങൾക്ക് പുറമെ അദ്ദേഹം കൽക്കട്ട ത്രയങ്ങൾ എന്ന് പറയുന്ന 3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് പ്രതിദ്വന്ദി, സീമബദ്ധ, ജന അരണ്യ തുടങ്ങിയ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ പുറത്തു വന്നിട്ടുള്ളത്. സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ആദ്യ കളർ ചിത്രമായി പറയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. അങ്ങനെ സിനിമയുടെ മുഴുവൻ തലങ്ങളിലും ഒരുപോലെ അദ്ദേഹം ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ഉൾച്ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പുരസ്കാരങ്ങൾക്ക് വളരെയേറെ പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഓസ്കാർ പുരസ്കാരം ആദര സൂചകമായി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതേ വർഷം തന്നെ അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതിന് തൊട്ടു താഴെയുള്ള മുഴുവൻ പുരസ്കാരങ്ങൾ നേടിയതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളിൽ എത്തിച്ചേരുകയുണ്ടായത്. ഓസ്കാർ പുരസ്കാരവും അതുപോലെ തന്നെ ഭാരതരത്ന പുരസ്കാരവും ലഭിച്ചു എന്ന് പറയുന്ന ആളുകളുടെ ഇതര പുരസ്കാരങ്ങൾക്കൊന്നിനും പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾക്ക് നമ്മൾ ഒട്ടും മുതിരാത്തത് എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹം സൃഷ്ടിച്ച സൃഷ്ടികളിലൂടെ ഭാരത സിനിമ, ഇന്ത്യൻ സിനിമ ലോക ചക്രവാളത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോക ചലച്ചിത്ര മേഖലയിൽ പരിശോധിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടേതായി അല്ലെങ്കിൽ ഭാരതത്തിൻ്റെതായി അവിടെ കടന്നു വരാവുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കാവുന്ന സൃഷ്ടികൾ നടത്തുകയുണ്ടായതായി ചരിത്രം കണക്കാക്കപ്പെടുമ്പോൾ അവിടെ വ്യക്തമാക്കപ്പെടുന്ന ചിത്രം തീർച്ചയായിട്ടും പതേർ ഇദ്ദേഹത്തിൻ്റെതാണ് സത്യജിത് റേയുടേതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഒരു കാരണവശാലും നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൻ്റെ കാലഘട്ടത്തിൽ സിനിമാ മേഖലയിൽ നിറഞ്ഞാടുകയും അതിനോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചിത്രരചനകളിലൂടെ, ചിത്ര സംവിധാനങ്ങളിലൂടെ സമൂഹത്തെ അവരുടെ മാനസികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തുവാനുള്ള ശ്രമം ശക്തമായി നടത്തുകയും ചെയ്തു എന്നിടത്താണ് സത്യജിത് റേയുടെ വിജയം ഉൾക്കൊള്ളുന്നത്. ഇന്നും സത്യജിത് റേയിലൂടെയാണ് ഇന്ത്യൻ സിനിമ ലോകതലത്തിൽ അറിയപ്പെടുന്നത്. അന്ന് ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള മികച്ച സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെ താരതമ്യപ്പെടുത്തുവാനും അതിൻ്റെ ആ മികവിനോട് ഒപ്പം നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ മികവിനേക്കാളും ഒരല്പം കൂടി വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള മികവോടുകൂടിയുള്ള സൃഷ്ടികൾ നടത്തുവാനും കഴിഞ്ഞത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുഴുവൻ യശസ്സിനും അദ്ദേഹം കാരണമായി എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതിഭയ്ക്ക് മുന്നിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.